ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച 29 മാർച്ച് 29. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടൈം നോക്കുകയാണെങ്കിൽ ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ആപ്പ് ഓൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച, അതായത് 28 ഓടിയിട്ട് ഒന്നും കിട്ടിയില്ല. നഷ്ട ട്രിപ്പായിരുന്നു. ശരിക്കും പറയാൻ പറ്റും നഷ്ട ട്രിപ്പാണെന്ന്. അപ്പോൾ ഇന്ന് ഒരുവിധം ഓട്ടം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. കിട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ആപ്പ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ആപ്പിൻ്റെ സെക്ഷൻ എടുക്കുന്നു. അതേപോലെ തന്നെ യൂബർ എടുക്കുന്നു. യൂബർ ആപ്പ് എടുത്തിട്ട് നേരെ നമ്മൾ ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത് നേരെ ഓൺലൈൻ പോകുന്നു. ഈ രാവിലെ ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യമല്ല, ചെറിയൊരു സർജൊക്കെ ഉണ്ട്. ഇത് കൂടുതലും നമ്മളെ കാക്കനാട് സൈഡൊക്കെയാണ്. കാക്കനാട് ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുള്ള ഏരിയയാണ്. മറ്റേ തെങ്ങോട്, അതേപോലെ തന്നെ കുന്നത്തുകാട്, ആ റേഞ്ചിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് സർജ് ഉള്ളത്. അതെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ചിറ്റൂർ ആ റേഞ്ചാണ്. ചിറ്റൂർ ക്ഷേത്രത്തിനോട് ചിറ്റൂർ ക്ഷേത്രത്തിനോട് അടുത്തുള്ള ആ ഒരു പാലത്തിൻ്റെ റേഞ്ചിലാണ് പിന്നെ നമുക്ക് സർജ് ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് നോക്കാം, മറ്റേ റിസർവേഷൻ വല്ലതും ഉണ്ടോ നോക്കാം. റിസർവേഷൻ ഉണ്ട്, പക്ഷേ കാക്കനാട്ടിൽ നിന്ന്, പിന്നെ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന്, പിന്നെ വെങ്ങോല, അതൊക്കെ ചെറിയ ട്രിപ്പൊക്കെയാണ്. ഓക്കെ, നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് റിസർവേഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് യൂബർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റാപ്പിഡ് ഓൺ ചെയ്യാം. ചാർജ് 100% ഉണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ റാപ്പിഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂബറും റാപ്പിഡോയും മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓല ക്യാബ് ഒന്ന് നോക്കിക്കളയാം. പക്ഷെ ഓല ക്യാബിൽ റീചാർജ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമാണ്. അതാണ് പാട്. അത് വേണ്ട, ഓല ക്യാബ് നോക്കണ്ട. നോക്കിയാലും വലിയ കാര്യമില്ല. കാരണം വെച്ചാൽ ഓല ക്യാബിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യണം. 150 രൂപ റീചാർജ് ചെയ്തിട്ട് ട്രിപ്പ് കിട്ടുന്നതെല്ലാം റേറ്റ് കുറവായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് ഏത് ട്രിപ്പ് വന്നാലും എടുക്കുകയാണ്, ഒന്നും നോക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി ട്രിപ്പ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പോൾ സമയം 7:10 നമ്മൾ ഓൺലൈൻ ആയത്. ഓക്കെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം അനങ്ങട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെയിറ്റിങ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ 12:15 ആയിട്ടുണ്ട്. ഇന്ന് തരക്കേടില്ലാത്ത ഓട്ടോ ആയിരുന്നു. ഏകദേശം 8:30ക്കാണ് നമുക്ക് ആ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയത്. പിന്നെ അതിനുശേഷം ഭാഗ്യവശാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പതിയെ അടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമുക്ക് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ യൂബറിൽ ഏകദേശം 1044 രൂപ കിട്ടിയിട്ടുണ്ട്, 5 ട്രിപ്പിലും കൂടെ ആയിട്ട്. പിന്നെ ഒരു ട്രിപ്പ് നമ്മൾ റാപ്പിഡോയിൽ എടുത്തിട്ടുണ്ട്, അത് ഏകദേശം 309 രൂപയുടെ ട്രിപ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത്രയും ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നിലവിൽ. ഇപ്പോൾ ടൈം ഏകദേശം 12:15 ആയിട്ടുണ്ട്, ഉച്ചയാവാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം തിരക്കേടില്ലാത്ത നമ്മൾ മറ്റേ അടിച്ച 500 രൂപ, മീൻസ് 2 ദിവസം മുമ്പ് അടിച്ച 500 രൂപ നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. പിന്നെ അത് ഓടി വൈകുന്നേരത്തേക്കുള്ളിൽ തിരിച്ചു പിടിക്കണം. കണ്ടിട്ട് ഇന്ന് അത്യാവശ്യം ഓട്ടമുള്ള ഇതാണ്. ഇപ്പോൾ വൈറ്റിലെത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടുന്ന് എപ്പോഴാണ് ട്രിപ്പ് അടിക്കണമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂബറിൽ കിട്ടിയ ട്രിപ്പ്. 1044 രൂപ 5 ട്രിപ്പിലും കൂടെ ആയിട്ട്. ഇന്ന് യൂബറിൽ അത്യാവശ്യം നമുക്ക് ലോങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ റേഡിയസ്. പിന്നെ കിട്ടിയത് നമുക്ക് 350 രൂപയുടെയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1044 309. അപ്പോൾ എത്രയായി? 1300
51 ആ റേഞ്ച് ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ പുതുതായിട്ട് 500 രൂപ ഡീസൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയുമ്പോൾ ഏകദേശം നമ്മുടെ ടാർഗറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2500 എനിക്ക് കയറ്റണം. ഓക്കെ, അല്ല 2500, ഏകദേശം 3000 ആ റേഞ്ച് കിട്ടുക. 2800 ആ റേഞ്ച് എങ്കിലും പറ്റണമെന്ന് തോന്നുന്നു ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഓട്ടം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ TD റോഡിലാണ്. എറണാകുളത്തുള്ള TD റോഡിലാണ് ഇപ്പോൾ ഡ്രോപ്പ് കഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ എടുത്ത ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴേ 2000 രൂപ ആയിട്ടുണ്ട്. ഇനി ഒരു 1000 രൂപക്കുള്ള ഡീസൽ, 1000 അല്ല, ഒരു 800 രൂപക്കുള്ള ഡീസലും കൂടെ ഉണ്ടാവും. ഇനിയിപ്പോൾ മൊത്തം കിട്ടിയ ട്രിപ്പ് എന്ന് പറയുന്നത്, മൊത്തം കിട്ടിയ ട്രിപ്പ് 9 ട്രിപ്പോളം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ യൂബറിൽ നിന്ന് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 1704 രൂപ. പിന്നെ റാപ്പിഡോ എന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു 350 രൂപ. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 3013 രൂപയോളം കിട്ടിയിട്ടുണ്ട്. 3013 ആയിരിക്കണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. 2013 രൂപയോളം കിട്ടിയിട്ടുണ്ട്. 3013, ഇടയ്ക്ക് കണക്കേറ്റു കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അത്യാവശ്യം ട്രിപ്പുള്ള ഒരു ദിവസമാണ്. നമുക്ക് പകുതി മുക്കാലും സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. നമ്മൾ വൈറ്റിലയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ട്രിപ്പ് എന്ന് പറയുന്നത് മറ്റേ പനങ്ങാട്ടേക്കായിരുന്നു. അപ്പോൾ പനങ്ങാട് കിട്ടിയപ്പോൾ ഞാൻ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പനങ്ങാട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തിരി ഉള്ളിലേക്കുള്ള ഏരിയയാണ്. പോരാത്തതിന് നമ്മുടെ എറണാകുളം ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ട്രിപ്പ് കിട്ടുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് രണ്ടും കൽപ്പിച്ചെടുത്താണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് കുറവായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ എടുത്തതാണ്. പായത്തിന് അവിടെ നിന്ന് നമുക്ക് മുളകുകാട്ടിലേക്ക് കിട്ടി. പിന്നെ മുളകുകാട്ടിൽ നിന്ന് നമുക്ക് ഷെണായ്സിലേക്കും കിട്ടി. ഷെണായ്സ് മീൻസ് നമ്മുടെ എൻജി റോഡ് ആ റേഞ്ചിലേക്ക് കിട്ടി. ഇപ്പോൾ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തണൽ നോക്കി എന്നാൽ TD റോഡിലെ SBI ബാങ്കിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്രിപ്പിനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പ് എപ്പോഴാണ് കിട്ടണമെന്ന് നോക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കളമശ്ശേരി രാജഗിരി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണേ. അപ്പോൾ ഇവിടെ അടുത്തുള്ള രാജഗിരി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് ഹൈവേയിൽ നിന്ന് ഉള്ള റൂട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ആയിരുന്നു ഡ്രോപ്പ്. ഇപ്പോൾ ഡ്രോപ്പ് കഴിഞ്ഞു. നമ്മളപ്പോൾ ഡെസ്റ്റിനേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ നമ്മൾ TD റോഡിൽ നിന്ന് തൊട്ട് ഇട്ടതാണ് കേട്ടോ. കാരണം വെച്ചാൽ TD റോഡിൽ അത്യാവശ്യം നല്ല പോലെ ഡിലേ വന്നപ്പോൾ ഏകദേശം എനിക്കൊന്ന് 2 മണിക്കൂറോളം ഡിലേ വന്നു തോന്നുന്നു. അപ്പോൾ തന്നെ ഞാൻ ഡെസ്റ്റിനേഷൻ മാറ്റിയായിരുന്നു, ഹോം ഡെസ്റ്റിനേഷൻ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചാണ് ഇപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയത്, കളമശ്ശേരി വരെ എത്തിയത്. മീൻസ് ഇത് ആദ്യത്തെ ഹോം ഡെസ്റ്റിനേഷൻ ടൈം ഔട്ട് കഴിഞ്ഞായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ഹോം ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. ഇനി 1 മണിക്കൂറും കൂടെ, 1 അല്ലെങ്കിൽ 2 മണിക്കൂറും നമുക്ക് ടൈം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുവരെ കിട്ടിയ ട്രിപ്പ് നോക്കാം കേട്ടോ. ഇതുവരെ നമുക്ക് 2143 രൂപ 11 ട്രിപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ചെറിയ ലോക്കൽ ട്രിപ്പാണ് കേട്ടോ. ഇത് 100 രൂപയുടെ ലോക്കൽ ട്രിപ്പാണ്. പക്ഷേ വലിയ സീനൊന്നുമില്ല. 2 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു 3.5 കിലോമീറ്റർ കൂട്ടിക്കാം. 3.5 ശരി കണക്ക് കൂട്ടിയാൽ 4 കിലോമീറ്റർ കൂട്ടിക്കാം. 4 കിലോമീറ്റർ കൂട്ടിയാൽ പോലും കിലോമീറ്ററിന് 25 രൂപ വെച്ച് വന്നിട്ടുണ്ട്. അതായത് 2.62 കിലോമീറ്ററാണ് നമുക്ക് എസ്റ്റിമേറ്റ് വന്നേക്കുന്നത്. മീൻസ് ഞാൻ ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്തപ്പോഴും അത്രയും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിക്ക് ചെയ്യാൻ പോയ ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്റർ 1,200 ഉണ്ടാവുള്ളൂ. ഞാൻ റൗണ്ട് ചെയ്ത് 4 പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പോലും നമുക്ക് കിലോമീറ്ററിന് 25 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. വലിയ തിരക്കേടില്ലാത്ത എമൗണ്ടാണ്. നമുക്ക് ആകപ്പാടെ ഇതിൽ യൂബറിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ചെറിയ ട്രിപ്പിനൊക്കെ എങ്ങനെ പോയാലും 100, 97, ഈ ഏറ്റവും ചെറിയ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 97 രൂപയുടെ ട്രിപ്പായിരിക്കും. അതിന് താഴെ ട്രിപ്പില്ല കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റാപ്പിഡോയിൽ 350 രൂപ. അപ്പോൾ ആകെ കിട്ടിയ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 350 അതിൽ 9 എടുത്തു കഴിഞ്ഞാൽ എത്രയായി? 52ആയി. അപ്പോൾ 2452 രൂപ 2452 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പും കൂടെ കിട്ടിയാൽ 2500 ആക്കി നമുക്ക്
ഡെസ്റ്റിനേഷൻ ഇട്ടേക്കണതുകൊണ്ട് തന്നെ നമുക്ക് ഹോമിൻ്റെ അടുത്തേക്കുള്ള അല്ലെങ്കിൽ ആലുവ അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ ആയിരിക്കുള്ളൂ ട്രിപ്പ് കിട്ടുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് കളമശ്ശേരിയിൽ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും ട്രിപ്പൊന്നും അടിക്കണില്ല. ഇപ്പം 6:16 മീൻസ് 6:15. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നേരെ റൂമിലേക്ക് മൂവ് ചെയ്യാമെന്ന് വെച്ചാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ടൈം ഔട്ട് കഴിഞ്ഞാൽ പിന്നെ ഡെസ്റ്റിനേഷൻ ടൈം ഔട്ട് ചെയ്താലും നമുക്ക് കാലിയടിച്ചെന്നെ റൂമിലേക്ക് കൊണ്ടുവരും. ഇപ്പം ആകുമ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിയാൽ മതി റൂമിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്പ് ഓൺലൈനാണ്, ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡെസ്റ്റിനേഷൻ ടൈം ഔട്ട് കഴിഞ്ഞിട്ടില്ല ഇതുവരെ കേട്ടോ. ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂവ് ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൂമിൽ ചെന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാം. എത്ര ഓടി, എത്ര രൂപ നമുക്ക് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത്, അതായത് കളമശ്ശേരിയിൽ നിന്ന് പിന്നെ ട്രിപ്പൊന്നും അടിച്ചിട്ടുണ്ടായില്ല. നമ്മൾ 30 വരെ എത്തണ വരെ ട്രിപ്പൊന്നും അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആപ്പ് ഓഫ് ചെയ്തു. പിന്നെ ഒരു ചെറുതായിട്ടൊരു ലഘുഭക്ഷണം മീൻസ് ഒരു സേവപ്പുരി മീൻസ് ചാറ്റ് കഴിക്കാൻ കയറി. പിന്നെ ഹോട്ടലിൽ കയറി പാഴ്സലൊന്ന് മേടിച്ചു. ഇപ്പോൾ മൊത്തം ഓടിയ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഇപ്പം മൊത്തം ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 165 കിലോമീറ്റർ. ഓക്കെ, 166 കൂട്ടാം. 166 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി കണക്കും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം മൊത്തം കിലോമീറ്റർ കിട്ടിയ മൊത്തം തുകയിൽ നിന്ന് കിലോമീറ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിലോമീറ്ററിന് എത്ര വെച്ച് കിട്ടിയേക്കണേ നോക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി റൂമിൽ ചെന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കി അത് നമുക്ക് എത്ര കിട്ടി, കിലോമീറ്ററിന് എത്ര കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ലാഭം എന്ന് പറയാനായിട്ട് കൂടിപ്പോയ ഇപ്പോൾ 165 കിലോമീറ്റർ എങ്ങനെ പോയാലും എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് ഒരു 500 താഴെ എൻ്റെ കൂലിയായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, അത് ബാക്കിയെല്ലാം നമുക്ക് വണ്ടിയുടെ എക്സ്പെൻസും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോകും. ഇതിങ്ങനെ ഇന്ന് കിട്ടിയത് കൊണ്ട് മാത്രം. ഓക്കെ, അപ്പം നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ റൂമിൽ ചെന്നിട്ട് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ കണക്കുകൾ. മൊത്തം 166 കിലോമീറ്റർ 2452 രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് 2 ആപ്പിലും കൂടി ചേർന്നാണ്. ഒരു ഓട്ടം കിട്ടിയേക്കുന്നത് റാപ്പിഡോ എന്നാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഫ്യൂവൽ 1000 രൂപയുടെ ഡീസൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് 500 രൂപ അടിച്ചുള്ളൂ. ഇതിന് മുമ്പ് അടിച്ച 500 രൂപയുടെ കണക്കും കൂടെ ചേർത്താണ് 1000 രൂപക്ക് ഡീസൽ അടിച്ചിരുന്നത്. പിന്നെ 180 രൂപ എക്സ്പെൻസ്, അത് ഫുഡ് പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പെൻസാണ്. പിന്നെ ഇടയിൽ കഴിച്ച കടികളൊക്കെ സേവപ്പൂരി, കപ്പലണ്ടി അങ്ങനത്തെ കടികളൊക്കെ നമ്മൾ ഇത് കൂട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് ടിപ്പ്, ഈ കസ്റ്റമർ ടിപ്പ് എന്ന ഭാഷയിൽ നിന്നാണ് അത് ഞാൻ ചിലവാക്കിയിരിക്കുന്നത്. കസ്റ്റമർ ടിപ്പ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ചായ അതുപോലത്തെ ഐറ്റംസൊക്കെ അങ്ങനെ കുടിക്കാറുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ 1272 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കണക്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിനകത്ത് എൻ്റെ കൂലി എത്രയെന്ന് അറിയണ്ടേ, അത് ഇപ്പോൾ പറയാട്ടോ. സോറി, അതിനു മുമ്പായിട്ട് നമുക്ക് കിലോമീറ്ററിന്, അതായത് 166 കിലോമീറ്ററിന് എത്ര രൂപ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയണ്ടേ. അത് കുളിർക്കേ കണ്ടോളൂ. നമുക്ക് 14 രൂപ 77 പൈസ, ശരി, 14 രൂപ 77 പൈസ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം തന്നെ, നഷ്ടമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിനിമം കിലോമീറ്ററിന് 14 രൂപ വെച്ച് എങ്ങനെയും കിട്ടിയാലാണ് അത്യാവശ്യം പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിലും താഴെ കിലോമീറ്ററിന് 13 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കൂലി ഇത്തിരി കുറയ്ക്കേണ്ടി വരും. അതായത് ഇപ്പം 3 രൂപ വെച്ച്, ഇപ്പോൾ 14 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈവറിൻ്റെ കൂലി എന്ന് പറയുന്നത് 3 രൂപ വെച്ചായിരിക്കും കൂട്ടുക. അപ്പോൾ നമ്മുടെ കൂലി എത്രയെന്ന് ഇതിനകത്ത് നോക്കാം. ഇപ്പോൾ 166 × 3 നമുക്ക് 498, അതായത് 500 രൂപ നമുക്ക് കൂലിയായിട്ട് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വണ്ടിയുടെ എക്സ്പെൻസിലേക്ക് പോകും.
വണ്ടിയുടെ എക്സ്പെൻസ് എന്നൊക്കെ പറയുമ്പോൾ പല എക്സ്പെൻസ് ഉണ്ടാവും. അതായത് വണ്ടിയുടെ ഇൻഷുറൻസ് തൊട്ട് പിന്നെ ടയർ വരെയുള്ള എക്സ്പെൻസ് ഇതിൽ കൂട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വരവ് ചിലവ് കണക്കുകൾ. എല്ലാവർക്കും കണക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. മീൻസ് ഞാൻ ചെറുതായിട്ട് ഇന്നത്തെ കണക്ക് മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, അല്ലാതെ എന്താ പറയുക. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. നാളെ തിങ്കളാഴ്ചയാണ്, അത്യാവശ്യം ഓട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് നാളെ ഏർലി മോർണിംഗ് ആണ് നമ്മൾ ആപ്പ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്.